കൊട്ടിയൂരിലേക്കുള്ള കലം അതിൻ്റെ ചടങ്ങാണ് ഈ കാണുന്നത്. ഇത് മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൂർ ആണിത്. പിന്നെ മുഴക്കുന്നിലെ നല്ലൂരിൽ നിന്ന് നല്ലൂരാൻ എന്ന കുലാല സ്ഥാനികൻ്റെ നേതൃത്വത്തിൽ സംഘം കലങ്ങളുമായിട്ട് കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നതിൻ്റെ കാഴ്ചയാണിത്. കലമെഴുന്നള്ളത്ത് സംഘത്തിൽ 12 പേരാണ് ഉണ്ടാവുക. അതിൽ 142 കലങ്ങളാണ് ഇവർ സമർപ്പിക്കുന്നത്. സന്ധ്യയോടെ ഇവർ ഗണപതിപുരത്ത് എത്തിച്ചേരും. ഇരുട്ട് വ്യാപിച്ചാൽ ഇവർ അവിടെ നിന്നും പുറപ്പെടുകയാണ് ചെയ്യുക. ഇവർ കടന്നു പോകുന്ന വഴികളിലാണെങ്കിൽ അവിടെയുള്ള വിളക്കുകളെല്ലാം അണയ്ക്കും. സന്നിധാനത്തിലെ കടവിളക്കുകൾ ഒഴികെ ബാക്കി എല്ലാ വിളക്കുകളും അണച്ചിരിക്കും. ആരും കയ്യാലകൾക്ക് പുറത്തുണ്ടാകരുതെന്നും അതുപോലെ തന്നെ ഉള്ളിൽ കയറി വാതിലുകൾ അടച്ചിരിക്കണമെന്നാണ് ചിട്ട. ഈ കലം സംഘം മണിത്തറയിൽ പ്രവേശിച്ച് ദർശനം നടത്തും. സംഘാംഗങ്ങൾ അവിടെ നിന്നും മടങ്ങിയ ശേഷം സമർപ്പിച്ച കലങ്ങൾ ഉപയോഗിച്ചുള്ള പൂജകൾ ആരംഭിക്കുകയാണ് ചെയ്യുക. 2 ദിവസങ്ങളിലായിട്ട് കലപൂജകൾ നടത്തും. ഇതിനൊപ്പം ഉത്സവ സമാപനത്തിനുള്ള ചടങ്ങുകളും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നാണെന്ന്. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഇത്. അപ്പോൾ ഇന്നിങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോയതായിരുന്നു. ഒരു 12:30 ഒക്കെ കഴിഞ്ഞു അവരവിടുന്ന് കലവുമായിട്ട് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മിക്കവരും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പോലും ഇപ്പം ഇത്ര അടുത്തായിട്ട് പോലും ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് തന്നെ. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഇന്ന് മകന്നാളാണ്. ഇത് ജൂൺ 20. അപ്പോൾ ഇന്ന് ഉച്ചവരെ ആയിരുന്നു സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ കൊട്ടിയൂർ ഉത്സവം കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിച്ച് അതൊക്കെയാണ് കാണുന്നത്. ഓരോ പൂജയൊക്കെ നടത്തിയിട്ട് നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് അവർ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ പ്രാർത്ഥിച്ച് അവർ തന്നെ അവിടെ ഉണ്ടാക്കുന്ന കലങ്ങളാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് അവിടെ കലപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ കലം വരവ് ഇങ്ങനെയൊക്കെ കേട്ടു എന്നല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് ഇതൊന്നും കണ്ടിട്ടോ. അപ്പം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മക്കളെയും കൂട്ടി പോയിട്ട് ഇതൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളും പെട്ടെന്ന് പോവാ ഇന്നാന്ന് പറഞ്ഞ് അപ്പാടങ്ങ് പോയതായിരുന്നു. അപ്പോൾ അവർ പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ഷെയർ ചെയ്യുക.